കാസർഗോഡ് മംഗളൂരു റൂട്ടിലെ കർണാടക ആർടിസിയുടെ സർവീസ് അപകടങ്ങളെ വിളിച്ചുവരുത്തുന്നതായി പരാതി. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത്തരം ബസ്സുകൾ സഞ്ചരിക്കുന്നതെന്നാണ് ആക്ഷേപം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഡോറുകളടക്കാതെ സഞ്ചരിച്ചാണ് കാസർഗോഡ് മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകൾ പ്രധാനമായും അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത്. പൊതുവിൽ തന്നെ അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന ഇത്തരം ബസ്സുകളിൽ ഇരിക്കുന്നവർ പോലും പലപ്പോഴും ആശങ്കയോടെയും ആധിയോടെയുമാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിൽക്കുന്നവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നാണ് ദിനംപ്രതി ഇങ്ങനെയുള്ള ബസ്സുകളെ ആശ്രയിക്കേണ്ടി വരുന്നവരും ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നവരും പറയുന്നത്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള സർവീസ് കുട്ടികളെയും സ്ത്രീകളെയും വയോജനങ്ങളെയുമാണ് പ്രധാനമായും ബാധിക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കർണാടക KSRTC ഓഫീസിൽ യാത്രക്കാർ പരാതി നൽകിയിട്ടും നാളിതുവരെയായി യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഈ മേഖലയിലെ പൊതുപ്രവർത്തകരടക്കമുള്ളവർ പറയുന്നത്. കർണാടക KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഡോറുകളും അടക്കാതെയാണ് ആ വണ്ടി നിരത്തിൽ ഓടുന്നത് എന്നുള്ള സങ്കടകരമായ കാര്യമാണ്. തലപ്പാടിയിൽ തൊട്ടടുത്താണ് കർണാടക KSRTC ജീവനെടുത്തൊരു കാര്യം നമ്മളൊക്കെ കണ്ടതും കൂടിയാണ്. ആയതിനാൽ കർണാടക KSRTC കാണിക്കുന്ന ഈ ഒരു വിഷയം ശക്തമായ രീതിയിൽ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കർണാടക ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് നമ്മൾ പരാതി അയച്ചിട്ടുണ്ട്. MLA മുഖാന്തരം അവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കർണാടക KSRTC ഇവിടെ ഓടുന്ന ബസ്സുകളൊക്കെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് കുട്ടികളൊക്കെ കയറുന്ന ബസ്സായതുകൊണ്ട് ഇനിയും വലിയ അപകടം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഗൗരവമായി ഈ വിഷയം കാണുമെന്നുള്ളതാണ്. മുമ്പും പിമ്പും നോക്കാതെ ചീറിപ്പായുന്ന ബസ്സുകൾ ഹമ്പുകളിൽ തട്ടുന്നതും സാധാരണ സംഭവമാണ്. ഇത് യാത്രക്കാരുടെ തലകൾ കമ്പിയിൽ തട്ടാനും പരസ്പരം കൂട്ടിയിടിക്കാനും ദൂരേക്ക് തെറിച്ചുപോകാനും ഇടയാക്കുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം പ്രതികരണവും പ്രതിഷേധവും അറിയിക്കുമ്പോൾ തീർത്തും നിഷേധാത്മകമായ മറുപടിയും പെരുമാറ്റവുമാണ് ജീവനക്കാരിൽ നിന്നും ഉണ്ടാകുന്നതെന്നുള്ള ആരോപണവും ശക്തമാണ്. അതേസമയം ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ കഴിയാവുന്ന അത്രയും നിയമങ്ങളും നിബന്ധനകളും പാലിക്കുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് കണ്ടെങ്കിലും കർണാടക RTC അധികൃതർ പഠിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നുവെന്നുമാണ് പരാതിപ്പെട്ടും പ്രതിഷേധിച്ചും പ്രതികരിച്ചും എടുത്ത ഈ ഭാഗത്തെ പ്രദേശവാസികൾ ഇപ്പോൾ പരിതപിക്കുന്നത്. ഏറ്റവും വലിയ രൂക്ഷമായ ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് കർണാടക KSRTC. കർണാടകയും കേരളയും KSRTC ബസ്സുകൾ മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷേ കർണാടക KSRTCയിൽ പലപ്പോഴും നടക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ബസ്സിൻ്റെ അകത്തേക്ക് കയറുന്ന സ്ഥലത്ത് ഡോർ ഇല്ലാത്ത ഒരു സാഹചര്യം. അതിരാവിലെ കുട്ടികൾ പഠനാവശ്യമായി മംഗലാപുരത്തെ വിവിധ കോളേജുകളിലേക്ക് പോകാൻ വേണ്ടി കർണാടക ബസ്സുകൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. പലപ്പോഴും അപകടം സംഭവിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നേബസാറിൽ ഒരു കുട്ടി തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അധികാരികളുടെ മുമ്പിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കേരളത്തിൻ്റെ മലബാർ ബസ്സുകളിലൊക്കെ കൃത്യമായി സ്റ്റോപ്പുകൾ വരുമ്പോൾ ഡോർ ഓപ്പൺ ആവുകയും അവിടെ നിന്നും ബസ് മൂവ് ആകുമ്പോൾ ഡോർ ക്ലോസ് ആവുകയും ചെയ്യാറുണ്ട്. പക്ഷേ കർണാടകയുടെ ബസ് യാത്ര ചെയ്യുമ്പോൾ മുഴുവനായി ഡോർ ഓപ്പൺ ചെയ്താണ് പോകുന്നത്. അത് വലിയൊരു അപകടമാണ് നാട്ടിലുണ്ടാകുന്നത്. ചെറിയ അപകടങ്ങൾ പലതവണ ഉണ്ടായിക്കഴിഞ്ഞു. മാത്രമല്ല നേരിയ വ്യത്യാസത്തിൽ വഴിമാറിപ്പോയ അപകടങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പ്രശ്നത്തിന് കർശനവും അടിയന്തരവുമായ പരിഹാരം ആവശ്യപ്പെട്ട് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കർണാടക ട്രാൻസ്പോർട്ട് മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.